PM ശ്രീ മരവിപ്പിച്ചതിന് പിന്നാലെ കേരളത്തിനുള്ള SSK ഫണ്ട് തടഞ്ഞ് കേന്ദ്രം. വിദ്യാഭ്യാസ മന്ത്രാലയം അനുവദിക്കാത്തത് ആദ്യ ഗഡുവായ 329 കോടി. നടപടി PM ശ്രീ മരവിപ്പിച്ചെന്ന് ഔദ്യോഗികമായി അറിയിക്കും മുമ്പ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി മന്ത്രി വി ശിവൻകുട്ടി. വീണ്ടും പ്രപ്പോസൽ അയക്കാൻ നിർദ്ദേശം. PM ശ്രീയിൽ നിന്ന് കേരളം പിന്മാറിയതായി അറിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. തുടർ നടപടികൾ നിർത്തിവെച്ചുള്ള കത്ത് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിന് അയക്കും. ഒപ്പിട്ടിട്ട് പിൻവലിയാനുള്ള നീക്കം കാപട്യമെന്ന് BJP. പ്രധാനമന്ത്രിക്ക് കത്തയച്ച് ABVP. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന ചരിത്ര പ്രഖ്യാപനത്തിലേക്ക് കേരളം. അതിദരിദ്രരെ കണ്ടെത്തിയതിൽ വിമർശനങ്ങൾ തള്ളി തദ്ദേശ മന്ത്രി. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിൽ വ്യത്യാസം. കൃത്യമായ മാർഗരേഖ തയ്യാറാക്കി. 64,006 പേരുടെ പട്ടിക തയ്യാറാക്കി എന്നും MP രാജേഷ്. സർക്കാരിന്റേത് കള്ളക്കണക്കെന്ന് VD സതീശൻ. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ചെപ്പടി വിദ്യയെന്നും പരിഹാസം. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ സർക്കാർ. 1 മാസത്തെ കുടിശ്ശിക അടക്കം പെൻഷനായി ഇത്തവണ കിട്ടുക 3600 രൂപ. നവംബർ 20 മുതൽ വിതരണം. 1864 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. UDF വേദിയിൽ പരസ്പരം പുകഴ്ത്തി CPIM നേതാവ് G സുധാകരനും VD സതീശനും. സതീശൻ പ്രഗത്ഭനായ നേതാവെന്ന് സുധാകരന്റെ പുകഴ്ത്തൽ. സുധാകരനെ പോലെ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കണ്ടിട്ടില്ലെന്ന് സതീശൻ. CPIM വിടുന്നു എന്ന പ്രചാരണങ്ങളെ പുച്ഛിച്ചു തള്ളി സുധാകരൻ. TJ ചന്ദ്രചൂഡൻ പുരസ്കാരം സുധാകരന് സമർപ്പിച്ച പ്രതിപക്ഷ നേതാവ്. പോലീസുകാർ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിന് വിലക്ക്. മൊഴി വിവരങ്ങൾ ഉൾപ്പെടെ നൽകരുതെന്ന് DGPയുടെ സർക്കുലർ. കർശന നിർദ്ദേശം പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ കത്ത് പ്രകാരം. വിവരങ്ങൾ നൽകുന്നത് കോടതി ഉത്തരവിന്റെ ലംഘനമെന്നും സർക്കുലർ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. സമസ്ത EKAP ലയനത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന് മുസ്ലിം ലീഗ്. സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന് ശേഷം ചർച്ച. സാമുദായിക ഐക്യത്തിനായി ലീഗ് ഒപ്പമുണ്ടെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ ന്യൂസ് മലയാളത്തോട്. സ്വാഗതം ചെയ്ത് EKAP വിഭാഗങ്ങൾ. നിർണായക ലയന ചർച്ചകൾക്ക് കളമൊരുങ്ങിയത് ന്യൂസ് മലയാളത്തിന്റെ തുടർ വാർത്തകൾക്ക് പിന്നാലെ. വിവാദ കൊടുങ്കാറ്റായ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ KPCC നേതൃയോഗം നാളെ രാവിലെ 10 മണിക്ക് ഇന്ദിരാഭവനിൽ യോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പ്രധാന അജണ്ട. സെക്രട്ടേറിയറ്റ് പടിക്കലിലെ രാപ്പകൽ സമരം അവസാനിപ്പിച്ച് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ. തലസ്ഥാനത്തെ സമരം നാളെ നിർത്തുമെന്ന് പ്രഖ്യാപനം. ഓണറേറിയം 21,000 രൂപ ആക്കും വരെ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. നിർണായക തീരുമാനം. രാപ്പകൽ സമരം ആരംഭിച്ച് 265-ാം ദിവസം. വൻ സംഘർഷത്തെ തുടർന്ന് അടച്ച താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് തുറക്കില്ല. പുനഃപ്രവർത്തനത്തിൽ അന്തിമ തീരുമാനം കമ്പനി അധികൃതരുടെ യോഗത്തിന് ശേഷം. വൈകിട്ട് 5 മണിക്ക് അമ്പലമുക്കിൽ പന്തൽ കെട്ടി സമരസമിതിയുടെ പ്രതിഷേധം. 63 കുട്ടികൾ പഠിക്കുന്ന കൂടത്തായി സെന്റ് ജോസഫ് സ്കൂളിൽ ഇന്നെത്തിയത് 13 കുട്ടികൾ. മണം കൊണ്ട് ശ്വാസം മുട്ടും ചൊറിച്ചിലും എല്ലാം കൂടി സുക്കേടും എല്ലാം ആയിങ്ങാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇനി പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൊന്നോട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെ ഇടയ്ക്കെങ്കിലും അവർ സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം തരട്ടെ. അല്ലാണ്ട് ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങൾ ജനിച്ച് വന്ന നാട്ടിൽ ഞങ്ങൾ മരണം വരെ ജീവിക്കണ്ടേ.
കൊല്ലം ആയൂരിൽ ആഭിചാരക്രിയയ്ക്ക് തയ്യാറാകാത്തതിന് ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ചതിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ്. ഏരൂർ സ്വദേശിയായ മുസ്ലിയാരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും. മുസ്ലിയാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഒളിവിലുള്ള പ്രതി സജീറിനായി അന്വേഷണം ഊർജിതം. വമ്പൻ വാഗ്ദാനങ്ങളുമായി ബീഹാറിൽ NDA പ്രകടന പത്രിക. 1 കോടി യുവാക്കൾക്ക് തൊഴിൽ, കർഷകർക്ക് പ്രതിവർഷം 9,000 രൂപ, പാവപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപയുടെ ഭവന പദ്ധതി, പട്നയിൽ പുതിയ വിമാനത്താവളം ഉൾപ്പെടെ വാഗ്ദാനം. രാഷ്ട്രീയ ഏകതാ പ്രസംഗത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി. കോൺഗ്രസ് ശ്രമിച്ചത് ബ്രിട്ടീഷ് അജണ്ട നടപ്പാക്കി ഇന്ത്യയെ ഭിന്നിപ്പിക്കാനെന്ന് മോദി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണയിൽ രാജ്യം. ഗുജറാത്ത് ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി പ്രധാനമന്ത്രി. ബീഹാറിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരെന്ന് മലയാളി ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ കല്ലേപ്പുര. തീവ്ര ഹിന്ദുത്വ ആക്രമണങ്ങൾ ഇല്ലാത്തത് സോഷ്യലിസ്റ്റ് ധാര ഉള്ളതുകൊണ്ട്. വസ്ത്രത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ വിവേചനം ഇല്ലെന്നും ആർച്ച് ബിഷപ്പ് ന്യൂസ് മലയാളത്തോട്. ഇന്ത്യൻ ക്രിക്കറ്റർ മുഹമ്മദ് അസുറുദ്ദീൻ ഇനി തെലങ്കാന മന്ത്രി. സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ഗവർണർ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ന്യൂനപക്ഷ പ്രീണന നാടകമെന്ന് BJP. വെടിനിർത്തൽ ലംഘിച്ചുള്ള ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെ ഗാസയിൽ ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം പുനരാരംഭിച്ച് ഹമാസ്. 2 മൃതദേഹം റെഡ് ക്രോസിന് കൈമാറി. ഇനി കണ്ടെത്താനുള്ളത് 15 ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ടാൻസാനിയയിൽ ആരംഭിച്ച പ്രതിപക്ഷ പ്രതിഷേധം ശക്തം. സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട്. ഡാരസലാമിൽ കർഫ്യൂ തുടരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അടുത്ത വ്യാഴാഴ്ച. അടച്ചുപൂട്ടൽ 1 മാസം പിന്നിടുമ്പോൾ അമേരിക്ക കടുത്ത പ്രതിസന്ധിയിൽ. താഴ്ന്ന വരുമാനക്കാർക്കുള്ള ഭക്ഷ്യസഹായ പദ്ധതി നാളെ മുതൽ നിലയ്ക്കും. ആനുകൂല്യം നഷ്ടമാകുക 4 കോടി ആളുകൾക്ക്. ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് ലക്ഷങ്ങൾ. മനുഷ്യാവകാശ പ്രവർത്തക മലാല യൂസഫ്സായിയുടെ പുതിയ പുസ്തകം ചർച്ചയാകുന്നു. ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകത്തിലുള്ളത് വിദ്യാഭ്യാസ പ്രണയ ദിനങ്ങളിലെ അനുഭവങ്ങൾ. പുസ്തകം പുറത്തിറക്കിയത് ഈ മാസം 21-ന്. ഇതിഹാസ ഹോക്കി താരം മാനുവൽ ഫ്രെഡറിക് അന്തരിച്ചു. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി. അന്ത്യം 78-ാം വയസ്സിൽ ബംഗളൂരുവിൽ. ധ്യാൻചന്ദ് പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച പ്രതിഭ. ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് വനിതാ ലോകകപ്പിൽ ഫൈനൽ ഉറപ്പിച്ച ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. അതുല്യ വിജയമെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ. താരങ്ങളെ പ്രശംസിച്ച് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കമുള്ള താരങ്ങൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ ഞായറാഴ്ച. ഇന്ത്യ ഓസ്ട്രേലിയ 2ാം T20 പോരാട്ടം ഇന്ന്. മത്സരം ഉച്ചയ്ക്ക് 1:45-ന് മെൽബണിൽ. ആദ്യ മത്സരം മഴ കാരണം ഉപേക്ഷിച്ചതിനാൽ പരമ്പരയിൽ മുന്നിലെത്താൻ ടീമുകൾ. സഞ്ജു സാംസൺ കളിക്കും. സൂപ്പർ ലീഗ് കേരളയിൽ ആദ്യ ജയം തേടി ഫോഴ്സ കൊച്ചി ഇന്നിറങ്ങും. എതിരാളികൾ തൃശൂർ മാജിക് FC. മത്സരം രാത്രി 7:30-ക്ക് മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ. ഫോഴ്സ കൊച്ചി നിലവിൽ അവസാന സ്ഥാനത്ത്.